ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ്. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ ഒരു റെസിപ്പി എന്നുള്ളത്. നമ്മുടെ എഗ് റോസ്റ്റാണിത്, എഗ് ഡ്രൈ റോസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എഗ് റോസ്റ്റ് ഒന്നും ഇതുപോലെ ഇരിക്കാറില്ല. സാധാരണ നമ്മൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് എഗ് റോസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇതൊരു ഇത്തിരി വ്യത്യസ്തമായിട്ട് അധികം മസാലകളൊന്നും ചേർക്കാതെയുള്ള എഗ് റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നമ്മുടെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് നമ്മുടെ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ എഗ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയിലേക്കായിട്ട് 4 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര മുട്ട എടുക്കുന്നോ അതനുസരിച്ച് സവാള എടുക്കുക. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു പീസ് പട്ട. അത് ഞാൻ 3ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ സവോളയൊന്ന് മുറിച്ചെടുക്കാം. മുട്ട വേവിച്ച മുട്ടയല്ല, വേവിക്കാത്ത മുട്ടയാണ്. നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടാണ് മുട്ട കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം സവോള കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒട്ടും തിക്കായിട്ട് കട്ട് ചെയ്യരുത്. വേഗം വഴറ്റി കിട്ടാനാണ് നമ്മൾ സവോള തിന്നായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സവോള കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇഞ്ചി ചതച്ചു കൊടുക്കണം. ഇഞ്ചി ചതച്ച് ചേർക്കുമ്പോഴാണ് ഈ ഒരു എഗ് റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോള നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി നമ്മുടെ പട്ടയും ഗ്രാമ്പും എല്ലാം ചേർക്കുമ്പോൾ ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമുക്കത് സൺഫ്ലവർ ഓയിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഏലക്കൊന്നും പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ജസ്റ്റ് ആ ഫ്ലേവറൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി വരണം, അത്രയേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കി ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒന്ന് കുക്കായി വരട്ടെ. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. ഞാൻ ഈ റോസ്റ്റിൽ വെളുത്തുള്ളി ചേർക്കാറില്ല, അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർക്കാത്തത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോഴൊന്നും ചേർക്കരുത്. നമ്മുടെ സവോള ഒരു 3/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഈ സവോള ഇനി ഒന്ന് കുക്കായി വരണം, ഇളക്കി വഴറ്റിയെടുക്കണം നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, സവോള ഒന്ന് വേഗം കുക്കായി കിട്ടാനായിട്ട്. ഇനി സാധാരണ നമ്മൾ സവോള വഴറ്റിയെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് മുട്ട വേവിച്ചെടുക്കാനുള്ള സമയം പോലും പോവില്ല. സാധാരണ നമ്മൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുട്ട വേവിച്ചെടുത്തിട്ടാണ് റോസ്റ്റ് ആക്കുക. ഇതാവുമ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഇനി കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ
നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ മസാലകളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ മസാലകളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞത്. സാധാരണ മസാലകൾ ചേർക്കുമ്പോൾ 1 മിനിറ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ടാവാറുണ്ട്. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും നമ്മുടെ പൊടികൾ കുക്കായി വരാനായിട്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പൊടികൾ മാത്രമേ നമുക്ക് ചേർക്കാനുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പിച്ച് വയ്ക്കുക. 1 ഗ്ലാസ്സോ 1 കപ്പോ നിങ്ങൾ ഏതിലാണോ വെള്ളം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ1 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഈ പൊടികൾ കുക്കായി വരുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പെരിഞ്ജീരകപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. പെരിഞ്ജീരകപ്പൊടി ചേർത്താലേ ഈ ഒരു റോസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ റോസ്റ്റ് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ ഈ മഷ്റൂം കപ്പിൽ 1 കപ്പാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങണം. അപ്പോഴാണ് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത്. ഈ സമയത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചേർക്കാനായിട്ട്. ഞാനൊന്ന് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യട്ടെ. എരിവ് കുറവാണെങ്കിൽ നമുക്കിനി നമ്മുടെ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. കുരുമുളക് പൊടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ തിളച്ചു തുടങ്ങി. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ, എരിവ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, എരിവ് കറക്റ്റാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കട്ടെ. നമ്മൾ ആദ്യം സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഉപ്പ് കുറവായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മുട്ട ഉടഞ്ഞു പോവാതെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് നമ്മുടെ മുട്ട ചേർക്കാൻ പോവുകയാണ്. എഗ് യോക്ക് 4 സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പതുക്കെ മിക്സ് ചെയ്യാനുള്ളൂ, ഇപ്പോൾ തന്നെ മിക്സ് ചെയ്യാനില്ല. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. നമ്മളിപ്പോൾ നമ്മുടെ മുട്ട ചേർത്ത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. മുട്ടയൊക്കെ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മല്ലിയില കുറച്ച് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. കറിവേപ്പില ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് മല്ലിയില ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ച് അടുത്ത സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട പൊട്ടിപ്പോവും, അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മുട്ട പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ റോസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുട്ട പൊട്ടിപ്പോകുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ മുട്ട ഒഴിച്ചത് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിൽ നിന്നാണ് മുട്ട ഒഴിച്ചെടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന മുട്ട ഫ്രഷ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മുട്ടയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പക്ഷേ നമ്മൾ വാങ്ങിച്ചിട്ട് 1-2 ദിവസം കഴിഞ്ഞതാണെങ്കിൽ ഷോപ്പിലിരുന്നിട്ട് അധിക ദിവസം പഴകിയിട്ടുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട്
നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മുടെ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത ആ കറിയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആയിപ്പോവും. കറി ചെയ്തത് മൊത്തം വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണോ ഞാനിങ്ങനെ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ പുതിയ മുട്ടയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല മുട്ടയാണെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം മാത്രം മോശമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി മൊത്തമായിട്ട് കളയേണ്ടി വരും. ഇനി അത് 2 മിനിറ്റ് വീണ്ടും കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുട്ട അടച്ചു വെച്ചിട്ട് വീണ്ടും 2 മിനിറ്റായി. നമുക്കൊന്ന് തുറക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് മുട്ട തിരിച്ചിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ മുട്ട നന്നായിട്ട് കുക്കായി വരണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മുട്ട തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് നമ്മുടെ ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും കേട്ടോ ഈ ഒരു റെസിപ്പി. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മുട്ട കുക്കായിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും. പക്ഷെ ഞാൻ കുറച്ച് എണ്ണയിൽ ചെയ്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഡ്രൈ ആയി വരാനായിട്ട്. ഒരു 3-4 മിനിറ്റ് എടുത്താൽ ഇനി ഇത് ഡ്രൈ ആയി വരുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നീക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. കുറച്ച് പൊടികൾ എന്ന് വെച്ചാൽ അധികമൊന്നുമില്ല. നമ്മുടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ ഫ്ലേവർ വരുമ്പോൾ നമ്മുടെ എഗ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ വീണ്ടും നമ്മൾ ആദ്യം ചേർത്ത പോലെ തന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി പെരിഞ്ജീരകം പൊടിച്ചത്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം പൊടിച്ചത് ഇല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന റെസിപ്പിയുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് വീണ്ടും തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വീണ്ടും ഡ്രൈ ആയി വരട്ടെ. ഇത്രയും ആയി കഴിയുമ്പോഴേ കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ ചേർക്കരുത്. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ പെരിഞ്ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർന്നിട്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇങ്ങനെ മൾട്ടിപർപ്പസ് റെസിപ്പി എന്ന് പറയാം നമുക്കിതിനെ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ഈ സവോളയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരാനായിട്ട്. നമ്മൾ ആ ഒഴിച്ച വെള്ളം വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, ഇഷ്ടമായോ, ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ റെസിപ്പികൾ ചെയ്യണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എനിക്കിത് വളരെ ഈസി ആയിട്ടാണ് തോന്നിയത് ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യണ്ടേ. ഇതിപ്പോൾ ഒരു 6 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ മുട്ട ചെയ്യുന്നത് കൊണ്ട് 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ 4 മുട്ട 4 പേർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ്സ് വരാറുണ്ട് ചില കുട്ടികളൊക്കെ ഇത് എത്ര പേർക്ക് കഴിക്കാനുണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട്. അതപ്പോൾ ഞാൻ മിക്കവാറും പറയാറില്ല ഇത് ഇത്ര പേർക്ക് കഴിക്കാനുണ്ടാവും എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് മുട്ടയൊക്കെ ആണെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കറിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പൊതുവെ പറയാത്തത്. പിന്നെ ഇപ്പോഴും അടുപ്പിച്ച് കമൻറ്റ്സ് വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇത്രയും പേർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ വേണ്ടോ നമ്മുടെ സവോളയൊക്കെ കളർ മാറി ഡ്രൈ ആയി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്നായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ചൂടോടുകൂടി തന്നെ കഴിച്ചോളൂ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ സെർവ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇതാ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് മല്ലിയില ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക. അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.